കരിയർ ബിൽഡർ വർക്ക് ലൈഫ് ഹാർമണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ കരിയറിൻ്റെ വളർച്ചയ്ക്കും തൊഴിൽ, വ്യക്തി, ബിസിനസ് രംഗത്തുള്ള വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ടിപ്പുകളും ചോദ്യോത്തരങ്ങളുമാണ് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ടീമിൽ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ ഒറ്റയ്ക്കങ്ങ് ചെയ്താൽ പോരെ എന്ന് പലരും ചിന്തിക്കാറുണ്ട്, ചിലരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ മോഡേൺ കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ അല്ലാതെ ജോലി ചെയ്യാനും അതിൽ സക്സീഡ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളൊരു സത്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു പക്ഷേ കൂടെയുള്ളവരുടെ കൂടെ ജോലി ചെയ്ത് അതിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വലിയൊരു സക്സസ് പാരാമീറ്റേഴ്സായിട്ട് മിക്കവാറുമുള്ള ഓർഗനൈസേഷൻസ് കരുതുന്നത്. അപ്പോൾ നമ്മളൊരു ടീമിൽ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടെ പറയാൻ പോകുന്നത്. ടീം എന്നുള്ള വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട്. ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ എന്നാണ് ടീമിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമ്മളൊരു ടീമുമായിട്ട് ചേർന്ന് ചെയ്താൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന 10 പേരാകാം, 20 പേരാകാം, 50 പേരാകാം, 100 പേരാകാം. ഈ 100 പേരും 100 സ്വഭാവക്കാരാണ്. എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. പക്ഷേ അവരെ മനസ്സിലാക്കി, അവർ നമ്മെ മനസ്സിലാക്കി ഒരുമിച്ച് പോകുമ്പോഴാണ് അവിടെ ഒരു സക്സസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ജോലി സ്ഥലത്ത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ ഒരു ബിസിനസ്സിലോ നമ്മൾ മറ്റുള്ളവരുമായി ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതിനെ നമുക്ക് കോമൺ ഗോൾ എന്ന് വിളിക്കാം. അതായത് ഒരു സ്ഥാപനത്തിനോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു പ്രോജക്റ്റിനോ ഒരു മുഖ്യമായ ലക്ഷ്യം കാണും, ഒരു പൊതു ലക്ഷ്യം കാണും. ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം ഓരോ എംപ്ലോയിയും വർക്ക് ചെയ്യേണ്ടത്, ഓരോ റിസോഴ്സും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ആ ടീമിനുള്ള കോമൺ ഗോൾ എന്താണെന്നുള്ളത്. പൊതുവായിട്ടുള്ള ലക്ഷ്യം മനസ്സിലാക്കിയിട്ടേ നമ്മൾ നമ്മുടെ ജോലി ആരംഭിക്കാവൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ടീമിൽ ജോലി ചെയ്യുമ്പോൾ മറ്റു പലരും ജോലി ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞു. എല്ലാവരും ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഘടകമാണ് പൊതു ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനവൻ്റെ ജോലി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയും. പലരും ജോലി ചെയ്യുന്നത് എന്തിനോ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരവർക്കൊരു ധാരണയില്ല. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ലക്ഷ്യത്തിലെത്താതെ വരികയോ റിസൾട്ട് കിട്ടാതെ വരികയോ ചെയ്യുമ്പോഴത്തേക്ക് ആ ജോലിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഒരു ജോലി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ജോലി അലോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ നല്ല സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഒരു ജോലി തരുമ്പോൾ അവരൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നേക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ തരുമ്പോഴോ ഒരു ട്രാൻസ്ഫർ തരുമ്പോഴോ നിങ്ങളെ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് ഇടുമ്പോഴോ ഒക്കെ അവരൊരു ലെറ്റർ തരാം. ആ ലെറ്ററിൽ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞേക്കാം. അതിനെ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ പൊതു ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിൻ്റാണ് അവനവൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത് ജോലിയിൽ കയറുന്ന പുതുമുഖമായിട്ടുള്ള ആൾ മാത്രമല്ല, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തേതാണ് പിന്നെ വ്യക്തിപരമായ റോൾ. നമ്മളൊരു ടീമിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ജോലി ചെയ്യേണ്ടവരാണ്. അവർക്കൊക്കെ പല ഇമോഷൻസ് ഉള്ളവരാണ്, നമുക്കും പല ഇമോഷൻസ് ഉള്ളവരാണ്. പക്ഷേ ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനും അതിലൊരു സക്സസ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ആ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ പല സിറ്റുവേഷനിലും നമ്മളെ കൺട്രോൾ ചെയ്യാനും ഒരു സെൽഫ് കൺട്രോൾ ചെയ്യാനും നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കും. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്, അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോ നമ്മുടെ പ്രോജക്റ്റിലോ നമ്മുടെ ടീമിലോ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഓരോരുത്തരുടെയും സ്വഭാവം എന്താണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നല്ല ഗുണങ്ങളും പോരായ്മകളും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്ന് പറയുന്നതാണ് നാലാമത്തെ പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. തുറന്ന ആശയവിനിമയം നടത്തണം.
അല്ലാതെ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തൊന്ന് പെരുമാറുക, ഇല്ലെങ്കിൽ ഒരു ടീമിലെ കുറച്ച് പേർക്ക് മാത്രം കാര്യങ്ങൾ അറിയാം, ബാക്കിയുള്ളവർക്കൊന്നും അറിയാതിരിക്കുക. അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ തുറന്ന് സംസാരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാതെ വരും, ഈഗോ ഉണ്ടാകാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് നല്ലൊരു സ്പിരിറ്റോട് കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കും. അതാണ് അടുത്ത ഘടകം. ഇതിനെ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഒരു റൂമറിൻ്റെ പങ്ക് ആകാതിരിക്കുക. എന്താണ് റൂമർ? പരദൂഷണം. പരദൂഷണം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ആ പരദൂഷണത്തിൽ തുടക്കത്തിലും അവസാനത്തിലും ആയിരിക്കില്ല. നമ്മൾ പലപ്പോഴും പരദൂഷണ ചെയിനിൽ വന്നിട്ട് ആരോ എന്തോ പറഞ്ഞൊരു കാര്യം നമ്മൾ കേൾക്കുകയും നമ്മളത് മറ്റൊരാളോട് പറയുകയും ചെയ്യും. എന്നിട്ട് അവസാനം ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള നമ്മളായിരിക്കും പലപ്പോഴും സ്കേപ്പ് ഗോട്ടായി മാറുക, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായി മാറുക. അതുകൊണ്ട് പരദൂഷണം ഉണ്ടെങ്കിൽ ആ പരദൂഷണത്തിൻ്റെ ഭാഗമാകാതിരിക്കുക, അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സ്കൂളിലാകാം, കോളേജിലാകാം, ജോലി സ്ഥലത്താകാം, ഇനി കുടുംബാന്തരീക്ഷത്തിലാകാം. റൂമർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ടീമിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് 25 പേര് ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 4 പേര് മാത്രം ഒരുമിച്ച് വരിക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് ചായ കുടിക്കാൻ പോവുക, ഒരുമിച്ച് വെളിയിൽ പോവുക. അപ്പോൾ ബാക്കി 20 പേര് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പേരുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് വിളിക്കുക. അവർക്ക് ചിലപ്പം പൊതു ലക്ഷ്യവുമായിട്ട് യോജിക്കാത്ത ചില ലക്ഷ്യങ്ങൾ കാണാം, അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ കാണാം, ഇവരുടെ പെരുമാറ്റ രീതികൾ ചിലപ്പോൾ ബാക്കി മെജോറിറ്റിക്ക് ചിലപ്പോൾ ദഹിക്കാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കി മെജോറിറ്റിയുള്ള ടീം മെമ്പേഴ്സ് ഇവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും തെറ്റിദ്ധരിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്ലിക്കിൻ്റെ ഭാഗമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൂമറിൻ്റെ ഭാഗമാകാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഈ റൂമർ തന്നെ ഒരു സ്ഥാപനത്തിൽ പല രീതിയിലുണ്ടാകാം. ഉദാഹരണത്തിന് അതിൻ്റെ ഒരു രീതിയാണ് സിംഗിൾ സ്ട്രാൻഡ് റൂമർ എന്ന് പറയും. അതായത് പരദൂഷണം ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റൊരാളോട് പറയുന്നു, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റൊരാളോട് പറയുന്നു. ഇങ്ങനെ ഒരാൾ മറ്റൊരാളോട് പാസ് ചെയ്ത് അവസാനം ആ സ്ഥാപനത്തിലെ എല്ലാവരും അറിയുന്നൊരു പ്രക്രിയയാണ് സിംഗിൾ സ്ട്രാൻഡ് റൂമർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള റൂമറാണ് ഗോസിപ്പ് എന്ന് പറയും. നമ്മൾ ഗോസിപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ മെനക്കെട്ട് എല്ലാവരോടും പോയി ഈ പരദൂഷണം പറയുന്ന പ്രക്രിയയാണ്. ചിലപ്പോൾ അയാൾ അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം, അതുകൊണ്ട് നെഗറ്റിവിറ്റി ഉള്ള ആളായിരിക്കും. പക്ഷേ ആ ഒരാൾ മതി ആ സ്ഥാപനത്തിൻ്റെ ആ ടീം സ്പിരിറ്റ് നശിപ്പിക്കാനായിട്ട്. അത്തരത്തിലുള്ള ഈ ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ടീമുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ആ സ്പിരിറ്റ് ഉണ്ടാവില്ല, ആ സ്ഥാപനത്തിന് വെളിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് റൂമറിൻ്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ളത് നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരിക്കലും പെട്ടെന്നൊരു കാര്യത്തിനെ പറ്റിയും ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് നെവർ ഡു സ്നാപ്പ് ജഡ്ജ്മെൻ്റ് എന്ന് നമ്മൾ പറയും. അതായത് ചില വ്യക്തികളെപ്പറ്റി ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് ചില കാര്യങ്ങൾ വന്ന് പറഞ്ഞേക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. അതിലൊരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ്, മറ്റേയാൾ നിങ്ങളെപ്പറ്റി ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചോ, അയാൾ സ്ഥിരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആൾ കേട്ടത് അപ്പാടെ അങ്ങ് വിശ്വസിച്ച് മറ്റേ ആളോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്താൽ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല. റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് അബദ്ധം മനസ്സിലായതും അത് ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായതും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നല്ലപോലെ നിങ്ങളുടെ കൂടെ ടീമിലുണ്ടായിരുന്ന ആളെപ്പറ്റി നിങ്ങൾ തെറ്റിദ്ധരിച്ചുണ്ടായ കമ്മ്യൂണിക്കേഷൻ കാരണം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വിശ്വസിച്ച് അതിനൊരു തീരുമാനമെടുത്ത് മറ്റുള്ളവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. നെവർ ഡു സ്നാപ്പ് ജഡ്ജ്മെൻ്റ് എന്ന് അതിനെ ഇംഗ്ലീഷിൽ പറയും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടീമിൽ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ഒരു കാർ പാർക്കിംഗ് ഏരിയയിലോ ഒരു ബസ് സ്റ്റാൻഡിലോ ഒക്കെ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് കാറ് വളരെ മോശമായിട്ട് പാർക്ക് ചെയ്തിട്ട് പോയി. സ്വാഭാവികമായിട്ട് നമ്മളപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്, ഇയാൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ അറിയില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല, സെൻസ് ഇല്ല, അല്ലേ, എത്തിക്സ് ഇല്ല, എന്തൊക്കെ പറയും. നമുക്ക് ഈ ഇങ്ങനെയുള്ള നാടിന് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ശാപം എന്നൊക്കെ പറയും. പക്ഷേ 1 മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ വളവിൽ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായ ആൾക്കാരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് ഇദ്ദേഹം കാറ് പാർക്ക് ചെയ്തിട്ട് ഓടിപ്പോയതെന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങളീ പറഞ്ഞതിനെ മാറ്റി പറയും, എന്ത് നല്ല മനുഷ്യൻ, എത്ര നല്ല എമ്പതിയുള്ള മനുഷ്യൻ, അപകടമുണ്ടായ ഉടനെ ഓടിപ്പോയത് കണ്ടില്ലേ. അതായത് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അയാളെ പറ്റിയുള്ള തീരുമാനം തന്നെ നിങ്ങൾ മാറ്റി. അതുകൊണ്ട് ആദ്യം കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക, മുഴുവൻ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അതിനാണ് ഇംഗ്ലീഷിൽ നെവർ ഡു സ്നാപ്പ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് നോ പറയാനായിട്ട് പഠിക്കുക എന്നുള്ളത്.
ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുക. പക്ഷേ പറയുന്നതിനൊരു രീതിയുണ്ട്, അത് ചിരിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ അസർട്ടീവായിട്ട് പറയുക. ബ്ലൈൻഡായിട്ട് പറ്റില്ല എന്ന് പറയുന്നു, ദേഷ്യത്തോടെ പറയുകയും ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉപയോഗിച്ച് പറയുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നോ പറയുക തന്നെ വേണം ഒരു ടീമിലാണെങ്കിലും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം നിങ്ങൾ തലയിലെടുത്ത് വെച്ചതിന് ശേഷം ആ ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിലിരുന്ന് വലിയൊരു ഭാരമായി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക. ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ടീമിലെ എല്ലാവരും നല്ലതുപോലെ പെർഫോം ചെയ്യും. അവർ പെർഫോം ചെയ്യണമെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയണം, പുതിയ കാര്യങ്ങൾ അറിയണം. അങ്ങനെ പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് വേണം. നമ്മുടെ ജോലിയിലും നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലുമൊക്കെ നടന്നു വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അറിയണം. ആ മാറ്റങ്ങളെപ്പറ്റി പഠിച്ച് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു പ്രൊഫഷണൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ, ഒരു ടീമിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ലേണിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ടീമിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചുരുക്കി ഒന്നുകൂടെ പറയാം. ഒരു കോമൺ ഗോൾ എന്താണെന്നുള്ളത് അറിയണം, ഒരു ടീമിൻ്റെ പൊതു ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയണം, നിങ്ങളുടെ ഉത്തരവാദിത്തം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾ ടീമിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 4, നിങ്ങളുടെ കൂടെയുള്ളവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. 5-മത്തേത് പറയാനുള്ള കാര്യം തുറന്ന് ആശയവിനിമയം നടത്തണം, അത് ടീമിലുള്ള ആരുമായിട്ടാണെങ്കിലും. 6-മത്തെ കാര്യം ഒരിക്കലും ഒരു പരദൂഷണ ചെയിനിൻ്റെ ഭാഗമാകാതിരിക്കുക, റൂമർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. 7-മത്തെ കാര്യം ഒരു ഗ്രൂപ്പിനകത്തെ ചെറു ഗ്രൂപ്പുകൾ, അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ചെറു ഗ്രൂപ്പുകളിൽ കഴിയുന്നതും ഭാഗമാകാതിരിക്കുക. നെവർ ബി പാർട്ട് ഓഫ് എ ക്ലിക്ക് എന്ന് നമ്മൾ പറയും. ഇനി 8-മത്തെ കാര്യം, നമ്മൾ ഒരു കാര്യം കേട്ടിട്ട് അപ്പാടെ വിശ്വസിച്ച് തീരുമാനമെടുത്ത് റിയാക്ട് ചെയ്യരുത്. നെവർ ഡു സ്നാപ്പ് ജഡ്ജ്മെൻറ്റ്. മാക്സിമം ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അടുത്ത 9-മത്തെ കാര്യം, നോ പറയേണ്ട സമയത്ത് നോ പറയുക തന്നെ വേണം. ആ നോ പറയുന്നത് അസർട്ടീവായിട്ട് ബാക്കിയുള്ളതിൽ വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ നോ പറയുക. ഏറ്റവും അവസാനത്തെ കാര്യം, നമുക്കൊരു പോസിറ്റീവ് ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. മാറുന്ന കാര്യങ്ങളെപ്പറ്റി പഠിച്ച് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ഒരു ടീമിൽ വളരെ കോമ്പറ്റീറ്റീവായി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരു ടീമിൽ ഭാഗമായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ മോഡേൺ യുഗത്തിൽ നമുക്ക് സക്സസ് ആകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ബി പാർട്ട് ഓഫ് എ ടീം ആൻഡ് ഹാവ് ആൻ ഓപ്പൺ മൈൻഡ് സെറ്റ്. ഒരു ടീമും ഗ്രൂപ്പുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് ജോലി ചെയ്താൽ അതിനെ ഗ്രൂപ്പ് എന്ന് വിളിച്ചുകൂടെ, എന്തിനാണ് ടീമെന്ന് വിളിക്കുന്നതെന്ന് ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു സൈക്കോളജിക്കൽ വ്യത്യാസമാണ്, മാനസികമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. എന്താണെന്ന് പറയാം. 2 അതിലധികമോ ആൾക്കാർ ജോലി ചെയ്യുന്നതിന് നമുക്ക് ഗ്രൂപ്പെന്നും ടീമെന്നും വിളിക്കാം. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി സ്ഥലത്ത് നമുക്ക് എല്ലാവരും വരുന്നത് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ്. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് എല്ലാവരും രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, അവനവനെ ഏൽപ്പിച്ച് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. ഒരു പക്ഷേ ലക്ഷ്യം കണ്ടേക്കാം, ചിലപ്പോൾ ലക്ഷ്യം കാണണമെന്നില്ല. പക്ഷേ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാകണമെന്നുമില്ല. പക്ഷേ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നു, പോകുന്നു. പക്ഷേ 2 അതിലധികമോ ആൾക്കാർ വരുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു സ്പിരിറ്റോടു കൂടി ഒരു ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ടീമെന്ന് വിളിക്കാം. അതായത് 2 or more people കമ്മിങ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. പക്ഷേ 2 or more people കമ്മിങ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് വിത്ത് യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ടീമെന്ന് വിളിക്കാം. ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിലുള്ള പെർഫോമൻസ് നോക്കിയാൽ തന്നെ അറിയാം, ഇതേ കളിക്കാർ തന്നെയാണ് മുമ്പും ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഗ്രൂപ്പല്ല, ടീമാണെന്ന് നിസ്സംശയം പറയാം. കാരണം ഓരോ വ്യക്തിയും മറ്റുള്ള വ്യക്തികളുടെ പെർഫോമൻസിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഓരോ ചെറിയ വിജയത്തിലും അവർ ഒരുമിച്ച് ആഹ്ലാദിച്ച് ആ സന്തോഷം പങ്കിടുന്നു. അതിനെയാണ് നമ്മൾ ടീം സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു യൂണിറ്റി ഉണ്ടെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നമ്മുടെ കൂടെ പങ്കുചേർന്നവർക്ക് പോലും ഇത്തരത്തിൽ ടീം സ്പിരിറ്റ് ഉള്ള ഒരു ടീം ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു ഗ്രൂപ്പും ടീമുമായിട്ടുള്ള വ്യത്യാസം. നമ്മൾ നാളെ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവിടെ ആ ജോലി ചെയ്യുന്നവർ തമ്മിൽ ഒരു മൊറയിലും ഒരു സ്പിരിറ്റും കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. അത് നമുക്ക് ലീഡർഷിപ്പ് റോള് കൊണ്ടുവരികയും
കൂടുതൽ ഉയരത്തിലെത്താനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ഗ്രൂപ്പും ടീമുമായിട്ടുള്ള വ്യത്യാസം. ഒരു ജോലി സ്ഥലത്ത് ഒരു ടീമിലൊക്കെ വർക്ക് ചെയ്യാൻ ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അധികം സംസാരിക്കാത്ത ആൾക്കാർക്ക് സാധിക്കില്ല എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അധികം സംസാരിക്കാത്ത ആൾക്കാർക്കും ഒരു ടീമിൻ്റെ ഭാഗമാകാം എന്നുള്ളതാണ് സത്യം. നമുക്ക് ഒരു ജോലി സ്ഥലത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും. അതായത് പുതിയ കസ്റ്റമേഴ്സും പുതിയ ആൾക്കാരുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് സംസാരിക്കാൻ കഴിവുള്ള, വളരെ പെട്ടെന്ന് സോഷ്യലൈസ് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാകും. ഇവരെ നമുക്ക് എക്സ്ട്രോവേർട്സ് എന്ന് ഞാൻ മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞു. ഇനി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ ലിസൺ ചെയ്ത് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവാം. ഇനി വളരെ പെട്ടെന്ന് ഡിസിഷൻസ് എടുത്ത് സമയം ഒട്ടും കളയാതെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇവരെ നമുക്ക് ഒരു ഡയറക്ടർ ക്വാളിറ്റി ഉള്ള ആൾക്കാരെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ അന്തർമുഖരെന്ന് നമ്മൾ വിളിക്കുന്ന അധികം സംസാരിക്കാത്ത ആൾക്കാരും ഒരു ടീമിൻ്റെ ഭാഗമാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എല്ലാവരും സംസാരം മാത്രമായി കഴിഞ്ഞാൽ ചിന്ത ആര് ചെയ്യും? അതിനുള്ള ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അവിടെ അതിനുള്ള അനാലിസിസ് നടക്കുകയുള്ളൂ, അതിനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ടീമിലെ ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ് അധികം സംസാരിക്കാത്ത അന്തർമുഖരായിട്ടുള്ള ആൾക്കാർ. അന്തർമുഖരെ ഒരിക്കലും ചെറുതാക്കി കാണേണ്ട കാര്യമില്ല. അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അധികം സംസാരിക്കാത്ത ആൾക്കാർക്ക് നല്ലതുപോലെ ചിന്തിക്കാൻ കഴിവുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് നടത്താം, ഒത്തിരി ഡേറ്റ അവർ വിശകലനം ചെയ്യും, പ്രശ്നങ്ങൾക്ക് അവർ സൊല്യൂഷൻസ് കൊണ്ടുവരും. ചിലപ്പോൾ അവർ ചാടിക്കയറി മുമ്പോട്ട് വരില്ല എന്നുള്ളതേ ഉള്ളൂ. ഭയങ്കരമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ചിലപ്പോൾ അവർ കാണില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അവർ മറ്റ് ടീം അംഗങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ഡേറ്റയും ഇൻഫർമേഷനും കൊടുക്കുകയും ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്സ്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ഒരുപാട് സംസാരിച്ചില്ലെങ്കിലും അത്യാവശ്യം ചില ആൾക്കാരോട് ചെറുതായിട്ടൊക്കെ അവർ സംസാരിക്കാനായിട്ടൊരു പ്രോ ആക്റ്റീവ്നെസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത്തരത്തിൽ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ ഇവരോട് പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അന്തർമുഖരും പതുക്കെ സംസാരിക്കുകയും അവർ ആ ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഇൻട്രോവേർട്ടാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റൊരു കഴിവ് ഞാൻ പറയാം. നിങ്ങളധികം സംസാരിക്കാറില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീമിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ, വേണ്ടപ്പെട്ടവർ അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് വളരെ തുറന്ന് സംസാരിക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങുക, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരൊരു അടുപ്പം വരും. അടുപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഓപ്പണായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി പറയാം, ഇൻട്രോവേർട്സ് ഒരു ടീമിന് അത്യന്താപേക്ഷിതമാണ്. ഇനി ഇൻട്രോവേർട്സിനോട് പറയാം, നിങ്ങളെ ചെറുതാക്കി കാണേണ്ട കാര്യമില്ല, പല സൊല്യൂഷൻസും കൊടുക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ ചെറുതായിട്ട് പ്രോ ആക്റ്റീവായി മറ്റ് ടീമംഗങ്ങളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടൊരു അടുപ്പം വരും. അടുപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നിങ്ങൾ അടുപ്പമുള്ളവരോട് തുറന്ന് സംസാരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആ ടീമിൽ നിങ്ങൾ വളരെ ഓപ്പണായിട്ട് സന്തോഷത്തോടു കൂടി ഒരു ഭാഗമാക്കായി പ്രവർത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇൻട്രോവേർട്സ് ആർ എ നെസസറി പാർട്ട് ഓഫ് എ ടീം. ഇപ്പോൾ ഒരു ടീമിൽ തന്നെ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേർക്കും ഒരു കാര്യത്തിനെ പറ്റി 5 അഭിപ്രായം ഉണ്ടാകും. ചിലപ്പോൾ 10 അഭിപ്രായം വരെ വരും 5 പേരെ ഉണ്ടെങ്കിൽ. പക്ഷേ അവിടെയാണ് നമ്മളൊരു ടീമിൻ്റെ പ്രത്യേകത നമ്മൾ കാണിക്കുന്നത്. ഈ 5 പേർക്കും 5 അഭിപ്രായമാണെങ്കിലും ഒരു ടീം സ്പിരിറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഈ 5 അഭിപ്രായവും അവരവിടെ പങ്കുവയ്ക്കും, ആ ഒരു ടേബിളിൽ പങ്കുവയ്ക്കും. അഭിപ്രായ വ്യത്യാസം തുറന്ന് സംസാരിക്കും. എന്നിട്ട് ഈ 5 അഭിപ്രായത്തിനെയും ഓരോന്നും നെഗറ്റീവാണെന്ന് പറയില്ല. ആ 5 അഭിപ്രായത്തിനെയും അവർ മാനിക്കും, 5ഉം പോസിറ്റീവായിട്ട് അവർ അംഗീകരിക്കും. പക്ഷേ അത് ചിലപ്പോൾ റെലവൻ്റ് അല്ലാന്ന് അറിയാമെങ്കിൽ പോലും ആ ടീം സ്പിരിറ്റ് കളയാതിരിക്കാനായിട്ട് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ 5 പേരും കൂടെ ചേർന്നിട്ട് ഈ 5ൽ ഏറ്റവും നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കും. അതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ 5 പേര് 5 അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അത് ഒരാൾ മറ്റൊരാളിനെ എതിർക്കുകയും അവസാനം അതൊരു എതിർക്കലായി വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ടീമെന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അങ്ങനെ ഗ്രൂപ്പിൽ തന്നെ 2 പേര് മാത്രം ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്ലിക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ മുമ്പോട്ട് നയിക്കുന്നത് ടീമാണ്. ഒരു പരിധിവരെ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്നത് ഗ്രൂപ്പാണ്. പക്ഷേ സ്ഥാപനത്തിനെ തളർത്തുന്നത് ക്ലിക്കാണ്. അതുകൊണ്ട് ഒരു ക്ലിക്കിൻ്റെ ഭാഗമായിരിക്കുക, കഴിയുന്നതും ഒരു ഗ്രൂപ്പിനെ ഒരു ടീമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക, ആ ടീം സ്പിരിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ എൻ്റെ അഭിപ്രായത്തെ മാനിച്ചില്ല എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗാണ് ഈഗോ എന്ന് പറയുന്നത്. ഈ ഈഗോ പലപ്പോഴും യഥാർത്ഥത്തിൽ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. കാരണം അവരെന്നെ അംഗീകരിച്ചില്ല എന്നുള്ളൊരു തോന്നലാണ് ഈഗോ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഈ ടീം സ്പിരിറ്റിലാകുമ്പോഴത്തേക്ക് നമ്മുടെ അഭിപ്രായത്തെ ബാക്കിയുള്ളവർ അംഗീകരിക്കുകയാണ്. നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ ഫൈനൽ ഡിസിഷനായിട്ട് വന്നില്ലെങ്കിലും നമ്മുടെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെ ഈഗോ അവിടെ മസാജ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ടീം സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഈഗോ കുറയുന്നത്.
അത്തരത്തിൽ ഈഗോ കുറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ആ ഈഗോ 3 ലെറ്റർ മാറ്റി ചിലപ്പോൾ അവരുടെ കുറവ് മനസ്സിലാക്കി സോറി വരെ പറഞ്ഞേക്കാം. SORRY എന്ന് പറയുന്ന 5 ലെറ്റർ വേർഡിലോട്ട് അവർ മാറിയേക്കാം. ആ ഈഗോ 3 ലെറ്റർ വാക്ക് മാറി സോറി ആയി 5 ലെറ്റർ വാക്കായി കഴിഞ്ഞാൽ ലോകമൊന്നും ഇടിഞ്ഞു പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ആ ഒരു സോറി കാരണം ആ ടീം സ്പിരിറ്റ് വർദ്ധിത വീര്യത്തോടു കൂടി കൂടുകയും ആ ടീമിൻ്റെ പെർഫോമൻസ് ഇരട്ടിയാകുകയും ചെയ്യാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈഗോ മാറ്റിവെക്കുക, ടീം സ്പിരിറ്റോടുകൂടി മുമ്പോട്ട് പോവുക. ഒരു ടീമിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ 4 ചിന്താഗതിയിലുള്ള ആൾക്കാർ കാണും. ചില ആൾക്കാർക്ക് ഞാൻ പറയുന്നതാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് തോന്നും. അവർക്കാണ് ഈഗോ കൂടുതൽ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ടീമിൽ ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. രണ്ടാമത്തെ ആൾക്കാരുണ്ട്, ഇവർക്ക് എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്ന വളരെ കാഷ്വൽ അപ്രോച്ചുണ്ട്. ഈ കാഷ്വൽ അപ്രോച്ച് വരുമ്പോഴത്തേക്ക് ആ ടീമിൻ്റെ ലക്ഷ്യം നിറവേറ്റാതെ അവിടെ വളരെ കാഷ്വലായിട്ട് തന്നെ നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമതൊരാൾക്കാരുണ്ട്, ഇവർ എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് ഒരു നൂല് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളവരാണ്. അവർക്കൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റില്ല. എന്നാൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ടീം സ്പിരിറ്റുള്ള ഒരാളുടെ ചിന്താഗതി ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നാണ്. എനിക്കും ചില കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്കും ചില കാര്യങ്ങൾ അറിയാം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങളുടെ നല്ല വശങ്ങളെടുത്ത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കാണ് ടീം സ്പിരിറ്റ് ഉള്ളത്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നത് തന്നെ ടീം സ്പിരിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ്.